ഹായ് ജെമിനി, ക്യാൻ യു സ്പീക്ക് ഇൻ മലയാളം? നമസ്കാരം. തീർച്ചയായും എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കഴിയും. എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? എനിക്ക് ഔലൂസ് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും. അവലോസുണ്ട ഉണ്ടാക്കുന്ന വിധം താഴെ നൽകുന്നു. ആവശ്യമുള്ള ചേരുവകൾ: അവലോസ് പൊടി 1 കിലോ, ശർക്കര 1/2 കിലോ, വെള്ളം 1 കപ്പ്, ചുക്കുപൊടി. ജെമിനി, ഒരു മിനിറ്റ്. ഔലൂസ് പൊടി എന്താണെന്ന് എനിക്കറിയില്ല. അവലോസ് പൊടി എന്നത് കേരളത്തിലെ ഒരു പരമ്പരാഗത ഭക്ഷണമാണ്. ഇത് പ്രധാനമായും അരിപ്പൊടിയും തേങ്ങയും ചേർത്താണ് ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിൽ ജീരകം, എള്ള് എന്നിവയും ചേർക്കാറുണ്ട്. അവലോസ് പൊടി ലഘുഭക്ഷണമായി കഴിക്കാം, അല്ലെങ്കിൽ അവലോസ് ഉണ്ടാക്കാനും ഉപയോഗിക്കാം. അവലോസ് പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആവശ്യമുള്ള ചേരുവകൾ: പച്ചരി 1 കപ്പ്, തേങ്ങ ചിരകിയത് 1/2. സാധാരണ രാഷ്ട്രീയ വീഡിയോകൾ ചെയ്യാറുള്ള മുസ്തഫ കൈമലിശ്ശേരി ഇന്നെന്താണ് ഔലോസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് എന്നല്ലേ? ഞാനൊരു AI ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതായിരുന്നു. ജെമിനി എന്നാണ് ഞാൻ ഉപയോഗിക്കുന്ന ഈ ആപ്ലിക്കേഷൻ്റെ പേര്. AI സംവിധാനങ്ങൾ നിറയുണ്ട്. AI ആപ്ലിക്കേഷനുകൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പോപ്പുലറായ 50-ൽ പരം AI ആപ്ലിക്കേഷനുകളുണ്ട്. അതിൽ തന്നെ പോപ്പുലറായ 3-4 ആപ്ലിക്കേഷൻസിൽ ഒന്നാണ് ജെമിനി. ഒന്ന് ChatGPT ആണെങ്കിൽ, മറ്റൊന്ന് ക്ലൗഡ് ആണെങ്കിൽ, 3-ാം സ്ഥാനത്തെങ്കിലും നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ജെമിനി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത, 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, പ്രാദേശിക ഭാഷകളിൽ ഈസി ആയിട്ട് സാധാരണക്കാരന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. മറ്റൊന്ന്, ഇത് ടെക്സ്റ്റ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ അതിന് ആവശ്യമായ സോഴ്സ് ഉപയോഗിക്കുന്നത് ടെക്സ്റ്റുകളെയാണ്. വീഡിയോകളെയും ഓഡിയോകളെയൊക്കെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഇത് ആവശ്യമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റുകളെയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തത്, പ്രാദേശിക ഭാഷകളിൽ വളരെ ഈസി ആയിട്ട് കുറച്ചുകൂടി കൺവിൻസിങ് ആയി നമ്മളോട് കൺവേ ചെയ്യും. നിങ്ങൾ കേട്ടല്ലോ, ഔലോസ് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അത് പറയുമ്പോൾ ജെമിനി നമ്മളോട് പറഞ്ഞത് ഔലോസ് പൊടി എന്നാണ്. പക്ഷേ നമുക്ക് ഔലോസ് പൊടി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഔലോസ് പൊടി എന്താണെന്ന് ചോദിച്ചപ്പോൾ അതും കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തിനെക്കുറിച്ചും, ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇതുപോലും ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടുന്ന് തുടങ്ങിയത്. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ജെമിനിയോട് ചോദിക്കാം. ജെമിനി കൃത്യമായ മറുപടി പറയും.